ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഏത്തപ്പഴം കൊണ്ട് ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാം. നന്നായി പഴുത്ത ഏത്തപ്പഴം കൈകൊണ്ട് നന്നായി കുഴച്ച് വയ്ക്കുക. അതിലേക്ക് പഞ്ചസാര പൊടിച്ചത് 4 സ്പൂൺ ചേർക്കുക. 2 പഴമാണ് ഞാൻ എടുത്തത്. എന്നിട്ട് അത് നന്നായി പഴവും പഞ്ചസാരയും നന്നായി മിക്സ് ചെയ്യുക. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരുപാട് പഴുത്ത പഴം എടുക്കണ്ട, ഒരു മീഡിയം പഴുത്ത പഴം എടുക്കണം. അതിലേക്ക് 3 സ്പൂൺ പാല് ഒഴിക്കുക, പശുവിൻ പാൽ ഒഴിക്കുക. നമുക്ക് സ്പൂണും കൊണ്ട് എടുക്കാൻ പറ്റിയൊരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ രീതിയിൽ വേണം ഈ ബാറ്റർ തയ്യാറാക്കാൻ. അത് നന്നായി പാലും പഴവും പഞ്ചസാരയും നന്നായി മിക്സ് ചെയ്യണം. അതിനുശേഷം കോൺഫ്ലോർ നമ്മൾ 4 സ്പൂണോ 3 സ്പൂണോ നമ്മുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് കോൺഫ്ലോർ ആഡ് ചെയ്യുക. ഇപ്പോൾ കോൺഫ്ലോർ ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ മൈദ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ആഡ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി നമുക്ക് എടുക്കാം. നമ്മൾ മറ്റുള്ള സ്നാക്സുകൾ തയ്യാറാക്കുന്നത് പോലെ ഇതിനകത്ത് അതൊക്കെ ആഡ് ചെയ്യാം. വേണമെങ്കിൽ എള്ള ആഡ് ചെയ്യാം, ചിലർ ജീരകം ആഡ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നമ്മൾ നന്നായി എല്ലാം കൂടി യോജിപ്പിക്കുക. നമുക്ക് ഇത് മനസ്സിലാവുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് എടുത്തു കഴിയുമ്പോൾ സ്പൂണിൽ ഇങ്ങനെ എടുക്കാൻ പറ്റണം. അത്രയ്ക്ക് തിക്നെസ്സേ പാടുള്ളൂ. ഒരുപാട് കട്ടിയായി പോയി കഴിഞ്ഞാൽ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് അങ്ങനെ ഒട്ടി പിടിച്ചു പോകും. അതുകൊണ്ട് ആ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. അതിനുശേഷം ഒരു നുള്ളു ഉപ്പിടുക. നമ്മൾ ഈ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നുള്ളു ഉപ്പിടുന്നത്. ഒരുപാട് ഉപ്പിടേണ്ട ആവശ്യമില്ല. എന്നിട്ട് അതും നന്നായി യോജിപ്പിക്കുക. പിന്നെ ഏത്തപ്പഴം നമുക്ക് എല്ലായിടത്തും കിട്ടുമല്ലോ നമ്മുടെ കേരളത്തിൽ, അതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഓയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഉപയോഗിക്കാം. അതിനുശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നമ്മൾ ഈ ബാറ്റർ കുറേശ്ശെ എണ്ണയിലേക്ക് ഇടുക. നല്ല ചൂടിൽ വേണം കേട്ടോ എണ്ണ ഉണ്ടാവാനായിട്ട്, അല്ലെങ്കിൽ എണ്ണ കുടിക്കും, ഭയങ്കരമായിട്ട് ഓയിലി ആയിരിക്കും നമ്മൾ എടുത്തു കഴിയുമ്പം. ഞാനുണ്ടാക്കിയപ്പോൾ കുറച്ചൊരു ഓയിലി ആയിരുന്നു. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ച് നല്ലൊരു ചൂടോടെ ഉണ്ടാക്കിയ നല്ല അടിപൊളി ഒരു സ്നാക്കാണിത്. എന്നിട്ട് ഒരു വശം നന്നായി മൊരിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കരിയാതെ നോക്കണം. നന്നായി മൊരിഞ്ഞ് കഴിയുമ്പോൾ അത് മറിച്ചിടുക. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്നാക്കായിരിക്കും ഇത്. എൻ്റെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണിത്. നിങ്ങളെല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. ഇതാ കണ്ടോ, എന്ത് അടിപൊളിയായിട്ടാണ് വന്നേക്കുന്നത് നോക്കി. ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ഓയിൽ ആയിട്ടുണ്ട്. നിങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചുണ്ടാക്കുക. എന്നിട്ടത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കൊടുക്കുക വീട്ടിൽ. താങ്ക് യു.